വരൂ ഗൈസ്, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ തിരുവേഗപ്പുറ പാലം. എന്തൊരു പച്ചപ്പും ഹരിതാഭിമോഷണതയാണല്ലേ. പക്ഷേ ആക്ച്വലി അതൊന്നും കാണാനല്ല ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത്. പാലം പണിയാണ്, സോ ഇറങ്ങി നടന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ബസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു. ഇന്നാണെങ്കിൽ സൂര്യന് ഒരു ദയ ഉണ്ടായിരുന്നില്ല, നേരെ മുഖത്തേക്കാണ് വന്ന് അടിച്ചുകൊണ്ടിരുന്നത്. നമ്മളിന്ന് കാണാൻ വന്ന സിനിമയാണ് സർവ്വമായ. ഈ രണ്ടെണ്ണത്തിനാണെങ്കിൽ മൈഗ്രെയിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അതിനടക്കാൻ വേണ്ടി നേരെ പോയി കാപ്പിയൊക്കെ മേടിച്ച് 11:30-ക്കുള്ള സിനിമയ്ക്ക് 10:30 തന്നെ എത്തി. നല്ല കട്ട പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഇരിപ്പാണിത്. അങ്ങനെ ആ പോസ്റ്റ് മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ഫിച്ചൊക്കെ എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ആ ഫിച്ചൊക്കെ എടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എന്ത് ഫിച്ചൊക്കെ വിളിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വേണമെങ്കിൽ നമുക്കിതിന് കുന്നംകുളം ഫിച്ചൊക്കെ എന്ന് പേരിടാം. അങ്ങനെ അതിനുശേഷം അവിടെ ഇരുന്ന ഒരു ഫാൻ ഓണാക്കാൻ നോക്കുകയാണ് കുഞ്ഞാറ്റ. ആ ഫാനിന്നാണെങ്കിൽ എന്തെല്ലോ ഒച്ചയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നേരെ പോയി അത് ഓഫാക്കി. അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുന്നു. പിന്നെ ഞങ്ങൾ സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് കാത്തിരുന്നു. ഞാനാണെങ്കിൽ നെയ്യുമ്പോഴുടെ ഒരു സ്ലീപ്പർ സെൽ ഫാനാണ് ഗൈസ്. കാരണം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് കം ബാക്ക് ഫോർ എ ലോങ് ടൈം. ഞാൻ ലാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നാച്ചുറൽ ക്യൂട്ട്നെസ് ഉള്ളത് അത് നെയ്യുമ്പോളിക്കല്ലേ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷവർമ സ്ട്രീറ്റിലേക്കാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഞം കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയിരുന്നു. ഞങ്ങൾ മെനു ഒക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഈ സാധനം എങ്ങനെയുണ്ട്? ഞാൻ കൈ നട്ടതാണ്. എങ്ങനെയുണ്ട്? നല്ല ആർട്ടിഫിഷ്യലായിട്ടില്ലേ? ഓക്കെ, ഡോണ്ട് മൈൻഡ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് കഴിച്ചുള്ളൂ, കാരണം ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം റിസപ്ഷന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നേരെ ബസ്സൊക്കെ കിട്ടി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഓക്കെ, ശരി, ബൈ ബൈ.